ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ടോപ്പ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് ഹയർ മാനേജ്മെൻറ്റ് ടീമാണ്. തൊട്ട് താഴെ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ്. ഇതിന് താഴെയാണ് നമ്മുടെ ഓപ്പറേഷണൽ ഡിവിഷൻ വരുന്നത്. അപ്പോൾ ഓപ്പറേഷണൽ ഡിവിഷൻസിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന പൊസിഷനാണ് ഓപ്പറേഷൻ മാനേജർ. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മാനേജേഴ്സാണ് സപ്ലൈ ചെയിൻ മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, എൻജിനീയർ, ക്വാളിറ്റി മാനേജർ. മനസ്സിലായില്ലേ? ഇനി ബാക്കി എല്ലാവരും വിട്ടാൽ നമ്മൾ ലോജിസ്റ്റിക്സിനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ യാത്ര എവിടെ നിന്നാ തുടങ്ങും? ഓപ്പറേഷൻ മാനേജർ, സപ്ലൈ ചെയിൻ മാനേജർ, ലോജിസ്റ്റിക്സ് മാനേജർ. ആ ലോജിസ്റ്റിക്സ് മാനേജറുടെ കീഴിലായിരിക്കും വെയർ ഹൗസ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഫ്ലീറ്റ് മാനേജ്മെൻറ്റ്. നിങ്ങൾക്കപ്പോൾ ആ ഫ്ലോ പിടികിട്ടിയില്ലേ? അപ്പോൾ ഒരു ലോജിസ്റ്റിക്സ് മാനേജറുടെ കീഴിൽ അവൻ്റെ അസിസ്റ്റൻസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ വെയർ ഹൗസ് മാനേജറുടെ കീഴെ അവരുടെ അസിസ്റ്റൻ്റ് ഉണ്ടാവും. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ മാനേജറുടെ കീഴെ അവരുടെ അസിസ്റ്റൻ്റ് ഉണ്ടാവും. ഫ്ലീറ്റ് മാനേജ്മെൻറ്റിൻ്റെ കീഴെ അവരുടെ അസിസ്റ്റൻറ്റുമാരുണ്ടാവും. അങ്ങനെ വളരെ വിപുലമായിട്ടുള്ള ഒരു എക്സ്പാൻഡഡ് ഓപ്പറേഷൻ ലെവലാണ് നമ്മുടെ ഈ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് എ റീസൺ ലൈക്ക് ഐ എം ആസ്കിങ് യു ടു ജോയിൻ ഇൻ ലോജിസ്റ്റിക്സ്. വെറും 7 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഫ്യൂച്ചർ സ്റ്റേബിളാക്കാൻ പറ്റിയ ഏറ്റവും നല്ല സെക്ടറാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഗൈസ്, വാച്ച് the video and share to all students. Thank you.